ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, സ്നാപയോഹന്നാനും യേശുവും അവരുടെ ശുശ്രൂഷയുടെ കാലത്ത് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ. ലൂക്കോസ് 3:8 സ്നാപയോഹന്നാൻ പറയുന്നു, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിനെന്ന്. മാർക്കോസ് 1:15 യേശു പറയുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിനെന്ന്. ഈ വാക്കുകളിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്, മാനസാന്തരം മാത്രം നമ്മെ ദൈവത്തിൻ്റെ രാജ്യത്തിൽ എത്തിക്കില്ല എന്ന് തന്നെയാണ്. അതിൻ്റെ കൂടെ അതിന് തക്കതായ പ്രവൃത്തിയുടെ ഫലവും വേണം. പാപത്തെക്കുറിച്ച് ഏതൊരു വ്യക്തിക്കും മനസാക്ഷിയിൽ കുറ്റബോധമുണ്ടാകും. അത് ദൈവത്തോട് ഹൃദയപൂർവ്വം ഏറ്റുപറഞ്ഞാൽ നാം മാനസാന്തരപ്പെട്ടു. പക്ഷെ തീർന്നില്ല. അതിന് തക്കതായ ഫലം നമ്മിൽ കായ്ക്കണം. നാം മനസാന്തരപ്പെട്ട് നമ്മുടെ കാര്യമെല്ലാം ഓക്കെയായി എന്ന് വിചാരിച്ചിരുന്നാൽ കാര്യമില്ല എന്നാണ് വചനം പറയുന്നത്. മാനസാന്തരം ഒരു നല്ല കാര്യമാണ്. അതിൻ്റെ തുടർച്ച എന്നോണം നാം സുവിശേഷത്തിൽ വിശ്വസിക്കണം. അതനുസരിച്ച് പ്രവൃത്തികൾ ആരംഭിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 26:20 അപ്പോസ്തലനായ പൗലോസ് പ്രഖ്യാപിക്കുന്നത്, മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് അനുയോജ്യമായ പ്രവൃത്തികൾ ചെയ്യുക എന്നതാണ്. യഥാർത്ഥ മാനസാന്തരം മനുഷ്യനെ ഒരു മാറ്റത്തിലെത്തിക്കുന്നു. നമ്മുടെ പാപങ്ങളിൽ ദൈവം ദുഃഖിതനാണ്. അത് മനസ്സിലാക്കി ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ ദൈവം ക്ഷമിക്കും, നമുക്ക് സമാധാനം ലഭിക്കും. പിന്നീടുള്ള നമ്മുടെ പ്രവൃത്തികൾ അതിൻ്റെ അനന്തര ഫലങ്ങളായി മാറിയാലേ നമ്മിലെ ഫലം കൊയ്തെടുക്കാൻ കർത്താവിനാകൂ. ഫലമുണ്ടാക്കുന്നതിനെയും കൊയ്തെടുക്കുന്നതിനെയും കുറിച്ച് ബൈബിളിൽ പലയിടത്തും പറയുന്നുണ്ട്. യോഹന്നാൻ 15:5 ശ്രദ്ധിക്കൂ. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. മാനസാന്തരപ്പെട്ട നമുക്ക് യേശുവിൽ വസിക്കാതെ ഫലം കായ്ക്കാനാകില്ല എന്ന് ഈ വചനം വ്യക്തമാക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യർ 1:10 പറയുന്നത് കേൾക്കൂ. നിങ്ങൾ കർത്താവിന് യോഗ്യമാകുവണ്ണം നടന്ന് എല്ലാറ്റിലും അംഗീകാരം പ്രാപിച്ചവരായി സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ഫലം കായ്ക്കുന്നതിനായി പൗലോസ് അപ്പോസ്തലൻ്റെ പ്രാർത്ഥന കേട്ടില്ലേ? ഗലാത്യർ 6:4 നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ വിളഞ്ഞു നിൽക്കുന്ന ഫലങ്ങൾക്ക് ഒരു കൊയ്ത്തുണ്ടല്ലോ, അതിനുവേണ്ടി കാത്തിരിക്കണമെന്നാണ് യാക്കോബ് 5:7 പറയുന്നത്. കേൾക്കൂ. അതുകൊണ്ട് സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ക്ഷമയോടെ കാത്തിരിക്കുവിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിനെ കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ക്ഷമയോടെ കാത്തിരിക്കുന്നുവല്ലോ. അതിനാൽ ക്ഷമയോടെ കാത്തിരിക്കാനാണ് വചനം നമ്മോട് പറയുന്നത്. മത്തായി 13:30 വെളിപ്പാട് 14:15 ഈ കൊയ്ത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വായിച്ചു നോക്കണം സഹോദരങ്ങളെ. മാനസാന്തരപ്പെട്ട് നല്ല ഫലം കായ്ക്കാതെ ആയാൽ എന്തു സംഭവിക്കുമെന്ന് കേൾക്കൂ. മത്തായി 7:19 നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. മത്തായി 21 ഒരു ഉപമയിൽ യേശു ഒരു മുന്തിരിത്തോട്ടത്തെക്കുറിച്ചും ഉടമയെക്കുറിച്ചും പാട്ടത്തിന് ഏൽപ്പിച്ച കൃഷിക്കാരെക്കുറിച്ചും എല്ലാം പറയുന്നു. അവർ മോശമായി ഉടമസ്ഥനോട് പെരുമാറിയപ്പോൾ ഉടമ മോശമായ പ്രവൃത്തി ചെയ്തവരെ അതിക്രൂരമായി നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ മുന്തിരി കൃഷിക്കാരെ തോട്ടമേൽപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ ഉപമ പറഞ്ഞിട്ട് യേശു പറയുന്നത് എന്താണെന്നോ, അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതികൾക്ക് കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സഹോദരങ്ങളെ, ഇത് ഗൗരവമായിട്ട് എടുക്കണം. മാനസാന്തരപ്പെട്ടത് കൊണ്ട് മാത്രം നാം ദൈവരാജ്യത്തിന് അവകാശികളാകുന്നില്ല. സുവിശേഷത്തിൽ വിശ്വസിച്ച് മാനസാന്തരത്തിന് അനുയോജ്യമായ ഫലം കായ്ക്കണം. തക്ക സമയത്ത് യേശു വന്ന് ഫലം കൊയ്തെടുക്കും. അതിനായി നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.